സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തെ ഉത്തേജിപ്പിച്ച ദേശീയ ഗാനങ്ങളിൽ ഒന്നായിരുന്നു വന്ദേ മാതരം. അതിൻ്റെ 150-ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം സ്വാതന്ത്ര്യ സമരത്തിൽ ആ ഗാനം ഏതൊരു ലക്ഷ്യത്തോടെയാണോ ആലപിക്കപ്പെട്ടത് അതിന് ഘടകവിരുദ്ധമായ ലാക്കോടെയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ ജാതി, മത, ഭാഷ, വംശ, വർണ്ണ ഭേദമന്യേ എല്ലാ ഇന്ത്യക്കാരെയും ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു വന്ദേ മാതര ഗാനാലാപനത്തിന് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആ ഗാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വിദ്വേഷ പ്രചരണത്തിനുമുള്ള ആയുധമാക്കി മാറ്റാനാണ് മോദിയുടെയും അമിത്ഷായുടെയും BJP സംഘപരിവാർ നേതൃത്വത്തിന്റെയും ശ്രമം. അതിനുവേണ്ടി എന്ത് നുണകളും പ്രചരിപ്പിക്കാനും ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കാനും തനിക്കും കൂട്ടാളികൾക്കും യാതൊരു മടിയുമില്ലെന്നാണ് പ്രധാനമന്ത്രി ആവർത്തിച്ച് തെളിയിക്കുന്നത്. വിവാദ ബംഗാളി എഴുത്തുകാരനായ ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായയുടെ ആനന്ദമഠം എന്ന നോവലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗാനമായിരുന്നു വന്ദേ മാതരം എന്ന് ആരംഭിക്കുന്ന ശ്ലോകം. 6 ശ്ലോകങ്ങൾ ഉൾപ്പെട്ട പ്രസ്തുത ഗാനത്തിന്റെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ മാത്രമാണ് 1937 ഒക്ടോബർ 26 മുതൽ നവംബർ 1 വരെ കൽക്കത്തയിൽ നടന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ദേശീയ ഗാനമായി പ്രഖ്യാപിക്കുന്നത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, സരോജിനി നായിഡു, JB കൃപാലിനി, ബാലാഭായ് ദേശായി, ജമാനാലാൽ ബജാജ്, നരേന്ദ്രദേവ് തുടങ്ങിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പ്രവർത്തക സമിതി തീരുമാനമെടുത്തത്. ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ അഭിപ്രായം ആരായുകയും അനുമതി നേടുകയുമാണ് പ്രവർത്തക സമിതി ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കും വഹിക്കാതെ അതിനെതിരെ വഞ്ചനാപരമായ സമീപനം അവലംബിച്ചവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ദേശീയതയുടെ മൊത്തക്കച്ചവടക്കാരായി സ്വയം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 ശ്ലോകങ്ങളെ 1950 ജനുവരി 24-ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ജനഗണമനയ്ക്ക് തുല്യമായ പദവിയിൽ ദേശീയ ഗാനമായി അംഗീകരിക്കുകയുണ്ടായി. അത് എങ്ങനെ, എന്തുകൊണ്ട് എന്നത് സംശയാതീതമായ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. ഗാനരചയിതാവായ ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ തന്റെ സാഹിത്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ ലിബറൽ ബംഗാളി ഹിന്ദു ബുദ്ധിജീവികളുടെ ഗണത്തിൽപ്പെട്ടിരുന്ന എഴുത്തുകാരനായിരുന്നു. എന്നാൽ ആനന്ദമഠം എന്ന വിവാദ നോവൽ എഴുതപ്പെട്ട കാലഘട്ടത്തോടെ അദ്ദേഹം തികഞ്ഞ യാഥാസ്ഥിതികതയിലേക്ക് ചുവടുമാറുന്നതായി കാണാം. പഠാന്മാരടക്കം ബംഗാളി മുസ്ലിങ്ങൾ കൂടി ഉൾപ്പെട്ട ബംഗാളി ദേശീയതയിൽ നിന്നും ഹിന്ദു ദേശീയതയിലേക്കുള്ള ചട്ടോപാധ്യായയുടെ മാറ്റമാണ് ആനന്ദമഠത്തിലൂടെ അനാവൃത്തമാകുന്നത്. ആ മാറ്റം ഇന്ത്യയുടെ ദേശീയതയ്ക്കും ജനതയുടെ ഐക്യത്തിനും സ്വാതന്ത്ര്യ സമരത്തിനും നേരെ ഉയർത്തുന്ന വെല്ലുവിളി രവീന്ദ്രനാഥ് ടാഗോറും സുഭാഷ് ചന്ദ്രബോസും അടക്കം ദേശീയ നേതാക്കളും സാഹിത്യകാരന്മാരും തിരിച്ചറിയുകയും അകലം പാലിക്കുകയും ചെയ്തിരുന്നു. വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ശ്ലോകങ്ങൾ മാത്രം ദേശീയ ഗാനമായി തിരഞ്ഞെടുക്കുകയും ബാക്കി ഭാഗങ്ങൾ തിരസ്കരിക്കുകയും ചെയ്തതിനോട് ബോസ് തുടക്കത്തിൽ വിയോജിച്ചിരുന്നുവെങ്കിലും ടാഗോറിന്റെ വിശദീകരണത്തെ തുടർന്ന് അദ്ദേഹം തന്റെ നിലപാട് തിരുത്തുകയാണ് ഉണ്ടായത്. പിൽക്കാലത്ത് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുമ്പോൾ ദേശീയ ഗാനമായി വന്ദേ മാതരത്തിന് പകരം ജനഗണമന ബോസ് തെരഞ്ഞെടുത്തത് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ശ്ലോകങ്ങൾക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യ വ്യക്തിത്വവും പ്രചോദനാത്മക സവിശേഷതയും ഉണ്ടെന്നും അത് ഏതെങ്കിലും സമുദായത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്നില്ലെന്നും ടാഗോർ ആനന്ദമഠത്തിനെ പരാമർശിക്കുന്ന ഒരു കത്തിൽ പറയുന്നുണ്ട്. ഇതിനെയാണ് മുസ്ലിം പ്രീണനമായി ചിത്രീകരിക്കാൻ മോദിയെയും സംഘപരിവാറിനെയും പ്രേരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് മോദിയും ഷായും സംഘപരിവാറും വിസ്മൃതങ്ങളായ ചരിത്ര സംഭവങ്ങൾ ഓരോന്നായി ചികഞ്ഞെടുത്ത് വിവാദങ്ങൾ സൃഷ്ടിക്കാനും ദേശീയ നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തി പരസ്യ വിചാരണയ്ക്കും മുതിരുന്നത്? മോദി ഭരണം 15 വർഷത്തോട് അടുക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 പാർ മുദ്രാവാക്യവുമായി പ്രചാരണത്തിനിറങ്ങിയ മോദിക്ക് സ്വന്തം പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ഉറപ്പുവരുത്താനായില്ല. NDA സഖ്യകക്ഷികളുടെ പിന്തുണ കൂടാതെ സർക്കാർ രൂപീകരിക്കാൻ മോദിക്ക് കഴിയുമായിരുന്നില്ല. 3ാം മോദി സർക്കാർ അതിന്റെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ വികസനവും വളർച്ചയും സംബന്ധിച്ച അവകാശവാദങ്ങൾക്കപ്പുറം തൊഴിലില്ലായ്മയുടെയും ദാരിദ്ര്യത്തിന്റെയും മൂലധന നിക്ഷേപങ്ങളുടെ അനിയന്ത്രിതമായ പുറത്തോട്ടുള്ള കുത്തൊഴുക്കിന്റെയും ചിത്രത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. മോദി സർക്കാരിന്റെ അവകാശവാദങ്ങളുടെ പൊള്ളത്തരവും കാപട്യവും തുറന്നു കാട്ടുന്ന പ്രചരണ തന്ത്രങ്ങളാണ് ഇപ്പോൾ അവസാനിച്ച ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാനായത്. ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നടപടിയെ റവഡി സംസ്കാരമെന്ന് അധിക്ഷേപിച്ചു പോന്ന മോദിക്കും
കൂട്ടർക്കും വോട്ടിന് വേണ്ടി പണം വാരിയെറിഞ്ഞുള്ള പ്രഖ്യാപനങ്ങൾ കൂടാതെ തെരഞ്ഞെടുപ്പുകളെ നേരിടാനാവില്ലെന്ന് വന്നിരിക്കുന്നു. 1,17,00,000 വനിതകൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാനെന്ന പേരിൽ 10,000 രൂപ വീതം വിതരണം ചെയ്യുന്ന പദ്ധതി പ്രഖ്യാപിച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മുമ്പ് മാത്രമാണ്. എന്നിട്ടും സ്വന്തം ഹിന്ദുത്വ വോട്ട് ബാങ്ക് നിലനിർത്തണമെങ്കിൽ മതവിദ്വേഷം ആളിക്കത്തിച്ചാലേ മതിയാകൂ എന്നതാണ് സ്ഥിതി. അത്തരം ഹീനതന്ത്രങ്ങളുടെ ഭാഗമാണ് വന്ദേമാതരം പോലുള്ള ചരിത്ര സംഭവങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് രാഷ്ട്രീയ അന്തരീക്ഷം മലീമസമാക്കി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള കുൽസിത ശ്രമം.